നിങ്ങളൊക്കെ വലിയ ജയൻ പ്രേമികളാണ്. പക്ഷേ നിങ്ങളെക്കാൾക്ക് മുമ്പ് ഞാനൊരു ജയൻ പ്രേമിയായിരുന്നു. ജയൻ സ്മൃതി 2024 അവാർഡ് നടൻ രവികുമാറിന്. സുപ്രസിദ്ധ സിനിമാ താരവും ജയന്റെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളതും ജയന്റെ ഉറ്റ സുഹൃത്തുമായ രവികുമാറിനാണ് അവാർഡ്. ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് എൻ ജയരാജ് സാർ, പ്രശാന്ത് സാർ, നമ്മുടെ രവികുമാർ സാർ ഏവരെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. തിരുവനന്തപുരം VJT ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. നമ്മുടെ പ്രിയങ്കരനായ അനശ്വരനായ നടൻ ജയൻ നമ്മളെ വിട്ടുപിരിഞ്ഞു എന്നുള്ളത് വളരെ എല്ലാവർക്കും വളരെ നടുക്ക ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. 1980 കേരളം ഒന്നാകെ ഞെട്ടി തിരിച്ച് ആകെ വിഷമത്തിലാക്കിയ ഒരു ദിവസം. അതിൻ്റെ ഓർമ്മയാണ് ഇന്നിവിടെ നമ്മൾ ഒരു അനുസ്മരണം എന്ന രീതിയിൽ ജയൻ സ്മൃതിയായി ഇപ്പോൾ ഇവിടെ ഈ ഈവനിങ്ങിൽ നടത്തിക്കൊണ്ടുവരുന്നത്. ആക്ഷൻ ഹീറോ ജയൻ എന്ന താരരാജാവിനൊപ്പം നിരവധി സിനിമകളിൽ അഭിനയിക്കുകയും അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തുമായ ശ്രീ രവികുമാർ സാറിനെ എവർഷൈൻ ഹീറോ ജയൻ പുരസ്കാരം 2024 ഏറ്റുവാങ്ങുന്നതിനായി അദ്ദേഹത്തെ ഹൃദയപൂർവ്വം നല്ലൊരു കരഘോഷത്തോടുകൂടി സ്വാഗതം ചെയ്യാം. നമ്മൾ കേൾക്കാൻ കാത്തിരുന്ന വാക്കുകൾ അത് സംസാരിക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട എവർഷൈൻ ഹീറോ അവാർഡ് നേടിയ ശ്രീ രവികുമാർ സാറിനെ ആദരപൂർവ്വം സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സഹായന നമസ്കാരം. സദസ്സിലുള്ള എല്ലാവർക്കും കൂടിയാണത്. ഓരോരുത്തരും പേരെനിക്ക് അറിഞ്ഞുകൂടാതുകൊണ്ട് ഞാൻ പറയുന്നില്ല. താങ്കളുടെ അറിയാം. ജയൻ കലാ സാംസ്കാരിക വേദി ആദ്യം ഇവർക്കെൻ്റെ നന്ദികൾ. എന്നെ ഈ വർഷത്തെ ഈ അവാർഡിന് വേണ്ടി തിരഞ്ഞെടുത്തതിന് നിങ്ങൾക്കൊക്കെ നന്ദി. ഞാൻ നന്ദി പറയാൻ പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ വലിയ ജയൻ പ്രേമികളാണ്. പക്ഷേ നിങ്ങളെക്കാൾക്ക് മുമ്പ് ഞാനൊരു ജയൻ പ്രേമിയായിരുന്നു. ജയൻ ആദ്യമായിട്ട് അഭിനയിച്ച പടം ശാപമോക്ഷം. അതിലൊരു പാട്ട് സീന് മാത്രമേ ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് 1974 എൻ്റെ പേരിൽ എൻ്റെ അച്ഛൻ രവികുമാർ ഫിലിംസിൻ്റെ പേരിൽ എൻ്റെ അച്ഛൻ നിർമ്മിച്ച പടമായിരുന്നു ഉല്ലാസയാത്ര. ആ പടത്തിന് ഒരു ക്യാരക്ടറിന് വേണ്ടി ഒരാളെ എൻ്റെ അച്ഛൻ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ കൊച്ചിയിൽ ഒരു ഹോട്ടലിൽ താമസിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ എന്നെ കാണാൻ വന്നു. അപ്പോൾ ജോസ് പ്രകാശ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മലയാളത്തിലെ വലിയ ആർട്ടിസ്റ്റായിരുന്നു. അദ്ദേഹം ഒരു പയ്യനായിരുന്നു. പയ്യെന്ന് പറഞ്ഞാൽ അങ്ങേരെ സർവീസസ് നിന്ന് വന്നു കഴിഞ്ഞ് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര കൊതിയുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഭയങ്കര പരിചയപ്പെടുത്തി. അപ്പോൾ ആ പടത്തിനകത്ത് ഒരു ക്യാരക്ടർ മാത്രമേ ബാക്കിയുണ്ടാകുള്ളൂ. അപ്പം അച്ഛനോട് ചോദിച്ചു, ഒരു പയ്യൻ വരും, നിനക്ക് ഓക്കെ ആണെങ്കിൽ ആ ക്യാരക്ടറിനെ നമുക്കിടാമെന്ന്. ഞാൻ പടത്തിൽ ഹീറോ ആയിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. അതിനകത്ത് സോമനുണ്ട്, സുകുമാരനുണ്ട്, അടൂർ ബാസി, ബഹദൂർ ഖാ, പിന്നെ ജോസ് പ്രകാശ്, ഷീലമ്മ, നിരവധി രവി മേനോൻ, ഇവരൊക്കെ അഭിനയിച്ചിരുന്നു. ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആ പടത്തിന് ആവശ്യമുള്ള ഒരു ക്യാരക്ടർ. ഞാൻ അത്
ഒരു വില്ലൻ പക്ഷെ അത് വില്ലനായിട്ട് ജയനെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കാണുമില്ല. ജയൻ കലാ സാംസ്കാരിക വേദി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നമ്മുടെ എല്ലാവരെയും പ്രിയങ്കരനായിട്ടുള്ള ജയനെ അനുസ്മരിച്ചുകൊണ്ടുള്ള വിവിധ പരിപാടികൾ നടത്തി വരികയാണ്. അതിലൊക്കെ തന്നെ ഒരു ഭാഗമാകാൻ എനിക്കും കഴിഞ്ഞു എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ജയൻ മരിച്ചു. പക്ഷെ ഞങ്ങളൊക്കെ ഒരു 10 ഡിഗ്രിയൊക്കെ എത്തുന്ന സമയത്തും ജയനാണ് ഹീറോ. അന്ന് വരെ കണ്ട നായകന്മാരിൽ നിന്നും വ്യത്യസ്തമായി അല്ലെ, ലുക്കിലും എല്ലാത്തിലും ജയന്റേതായിട്ടുള്ള ഒരു സ്റ്റൈൽ കാണിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നത്. മലയാളത്തിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോ എന്ന് പറയാവുന്ന നിലയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗാംഭീര്യം എന്ന് പറയുന്നത്.